നമ്മൾ എന്നും പരിചയപ്പെടുന്നത് നമ്മുടെ സഹകാരി വന്ന് പഠിച്ച ആളാണ്. ഇപ്പോൾ സുനിത എന്ന് പറയുമ്പോഴത്തേക്കും ഫീസ് അടച്ചൊരു ബാച്ചിലേക്ക് വന്നിട്ടില്ല അല്ലേ സുനിത? വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരാൾ നമ്മളെ കോൺടാക്ട് ചെയ്യുക, അതുപോലെ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സൊക്കെ യൂട്ടിലൈസ് ചെയ്യുക, അതുപോലെ ഒരു സപ്പോർട്ട് യൂട്ടിലൈസ് ചെയ്തതിന് ശേഷം നമ്മളെ കോൺടാക്ട് ചെയ്ത് ആ ഒരു റിസൾട്ടിലേക്ക് വരുന്നത് വളരെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ സഹകാരിയുടെ യൂട്യൂബ് ഫ്രീ ക്ലാസ്സസ് നന്നായിട്ട് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണത് ഒരു സ്ട്രക്ചേർഡ് പാറ്റേണിൽ പഠിക്കാനൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ രാജേഷ് സാറിൻ്റെയും ഒക്കെ ക്ലാസ് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്നും പരിചയപ്പെടുന്നത് നമ്മുടെ സഹകാരി വന്ന് പഠിച്ച ആളാണ്. ഇപ്പോൾ സുനിത എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫീസ് അടച്ചൊരു ബാച്ചിലേക്ക് വന്നിട്ടില്ല അല്ലേ സുനിത? വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരാൾ നമ്മളെ കോൺടാക്ട് ചെയ്യുക, അതുപോലെ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സൊക്കെ യൂട്ടിലൈസ് ചെയ്യുക, അതുപോലെ നമുക്ക് ബാക്കി ഒരു സപ്പോർട്ട് യൂട്ടിലൈസ് ചെയ്തതിന് ശേഷം നമ്മളെ കോൺടാക്ട് ചെയ്ത് ആ ഒരു റിസൾട്ടിലേക്ക് വരുന്നത് വളരെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രിപ്പറേഷൻ മോസ്റ്റ് ഓഫ് സെൽഫ് സ്റ്റഡി ആയിരുന്നു അല്ലേ? മോസ്റ്റ് സെൽഫ് സ്റ്റഡി ആയിരുന്നു മിടുക്കി. കാരണം ഒരു അറൗണ്ട് 60K അല്ലേ, 60,000-ഓളം പേര് മത്സരിച്ച പരീക്ഷയിൽ നമ്മൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അതൊരു വലിയ അച്ചീവ്മെൻ്റാണ്. അപ്പോൾ നമ്മുടെ സ്റ്റഡി പാറ്റേൺസ്, അതിനോടൊപ്പം സഹകാരിയുടെ യൂട്യൂബ് ക്ലാസ്സസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ സ്റ്റഡി പാറ്റേൺസ്? കുട്ടിയൊക്കെ ഒരുപാട് അറിയാൻ ആഗ്രഹം ഉണ്ടായി. തീർച്ചയായിട്ടും ഞാൻ സഹകാരിയുടെ യൂട്യൂബ് ഫ്രീ ക്ലാസ്സസ് നന്നായിട്ട് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണത് ഒരു സ്ട്രക്ചേർഡ് പാറ്റേണിൽ പഠിക്കാനൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ രാജേഷ് സാറിൻ്റെയും ഒക്കെ ക്ലാസ് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് മനസ്സിലായി. അപ്പോൾ ആ രീതിയിൽ ഫോളോ ചെയ്തു. അത് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ആക്ച്വലി എനിക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ചെറിയൊരു മോനായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഒരു ഷെഡ്യൂളിൻ്റെ ഒപ്പം എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതെ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റാതിരുന്നത്. അതിപ്പോൾ എന്തായാലും പക്ഷേ നിങ്ങളുടെ ഫ്രീ ക്ലാസ്സസ് യൂട്യൂബ് സീരീസൊക്കെ നന്നായിട്ട് ഫോളോ ചെയ്തിരുന്നു. അപ്പോഴാണ് നമുക്കൊരു ഓർഡർ കിട്ടിയത്. പിന്നെ ഞാൻ സിലബസ് വൈസ് ടോപ്പ് അങ്ങനെ ഒന്ന് നോക്കി. അങ്ങനെ എന്തായാലും ആദ്യം വെബിനാർ പങ്കെടുത്തു, അതിനുശേഷം പിന്നെ എനിക്ക് തോന്നുന്നു പറ്റാത്തതുകൊണ്ട് വിട്ടുപോയതാണല്ലേ? അതെ. അപ്പോൾ എനിക്ക് അത്രയും നല്ലൊരു ഷെഡ്യൂളിലല്ലേ നിങ്ങൾ പോകുന്നത്, അപ്പോൾ അത് എനിക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റില്ല എന്ന് സംശയമായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ അങ്ങനെ ആയിട്ട് ഡ്രോപ്പ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇനിയിപ്പോൾ ഒന്ന് വേണ്ടാന്ന് വിചാരിച്ചു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അതിനുശേഷം എന്തായാലും സ്വയം സെൽഫ് ട്രൈ ചെയ്തുകൊണ്ട് 75 റാങ്ക് അല്ലേ സുനിത? അതിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതുപോലൊരാൾ നമ്മളെ വിളിച്ച് ആ സന്തോഷം പങ്കുവയ്ക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഹാപ്പിനെസ് അത് ഭയങ്കര വേറെ ലെവല് സന്തോഷമാണ്. അപ്പോൾ ആ ഒരു സെൽഫ് സ്റ്റഡിയിലുള്ള പാറ്റേൺ മോൾ എന്തൊക്കെ പാറ്റേണാണ് സ്വീകരിച്ചതെന്ന് പറഞ്ഞു കൊടുക്കാം കുട്ടികൾക്ക്? ഞാൻ എൻ്റെ സിലബസ് ഞാൻ നന്നായിട്ട് നോക്കി. സിലബസ് വൈസ് നോട്ട്സ് പ്രിപ്പയർ ചെയ്തു. പിന്നെ നമുക്കറിയാത്ത കാര്യങ്ങൾ വീഡിയോസ് കണ്ടു. ടോപ്പിക് വൈസ് ഞാൻ തന്നെ സെൽഫ് നോട്ട്സ് പ്രിപ്പയർ ചെയ്തു. അതുമാത്രമാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും. ഉറപ്പായിട്ടും നമുക്ക് ചിലപ്പോൾ ഇത്തരത്തിൽ എത്താൻ പറ്റാതെ നിൽക്കുന്ന ആൾക്കാർ ജോലിയോടൊപ്പമുള്ള പഠനം കൂടെ ആയിരുന്നു, അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. ഇപ്പം നിലവിലൂടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ മലപ്പുറം പ്രിയദർശിനി കോളേജിലാണ് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടല്ലേ വർക്ക് ചെയ്യണം. അപ്പോൾ ആ ഒരു ജോലിയോടൊപ്പമുള്ള പഠനവും സെൽഫ് സ്റ്റഡിയൊക്കെ എടുത്തു പറയുമ്പോഴത്തേക്കും വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. ഒരുപാട് പേർക്ക് മോട്ടിവേഷനാണ് സുനിതയുടെ സ്റ്റോറി എന്ന് പറയുമ്പോൾ. നമ്മൾ ഈ ഒരു വിജയത്തിൻ്റെ പിന്നിൽ നമുക്ക് ആർക്കാണ് സപ്പോർട്ടായിട്ട് നിന്ന് സുനിതയെ? സപ്പോർട്ട് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരുമാണ് പ്രിപ്പറേഷൻ തുടങ്ങിയത്. അപ്പോൾ അവളുടെ പേര് ഫൗസിയ എന്നാണ്. അപ്പോൾ അവളോടാണ് ഏറ്റവും വലിയൊരു നന്ദി. അവളാണ് നമുക്കിത് തുടങ്ങിയാലോ എന്ന് വെച്ച് വന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരാണ്. അൺഫോർച്ചുനേറ്റ്ലി അവളുടെ ലിസ്റ്റിൽ വന്നില്ല. എങ്കിൽ കൂടി അവളെ പ്രിപ്പറേഷൻസ് ഇപ്പോൾ സഹകാരിയിലും ഉണ്ട്. അവൾ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വലിയൊരു നന്ദി അവളോടാണ് എനിക്ക് പറയാനുള്ളത്, എൻ്റെ കൂട്ടുകാരി. പിന്നീട് എൻ്റെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ എൻ്റെ ഫാമിലി അങ്ങനെ ഉപരിയായിട്ട് എൻ്റെ ചെറിയ മോനും കരയാണ്ട് എന്നെ ഹെൽപ്പ് ചെയ്തു. അവന് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്താലൊക്കെ ഒന്ന് അവിടെ നിന്ന് അടങ്ങിയിരുന്നു. അതുകൊണ്ട് കുറച്ചും കൂടെ എനിക്ക് ഹെൽപ്ഫുള്ളായി. ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ ആവട്ടെ സുനിതയുടെ സ്റ്റോറി. അപ്പോൾ എല്ലാവിധ ആശംസകളും ഔദ്യോഗിക ജീവിതത്തിൽ ഇനിയും വലിയ വലിയ ഹൈറ്റ്സ് കയ്യെത്തി പിടിക്കാൻ പറ്റട്ടെ കേട്ടോ മോളെ. താങ്ക് യു.